അവിടെ ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷനാണെന്നറിയില്ല, ചെറിയൊരു ടൗൺ പോലെ. ഈ റോഡ് അത്ര നല്ലതല്ല കേട്ടോ, നേരത്തെ വന്ന റോഡ് പോലെ അല്ല. അവിടെ ബസ് റൂട്ടൊക്കെ ഉണ്ട്, അവിടെ പോകാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് പോലെ അങ്ങ് കയറി. റയോൺപുരം റോഡ് വല്ലം, റയോൺപുരം റോഡ് വല്ലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെന്ത് റൈറ്റ് ആയിരിക്കുള്ളൂ, റൈറ്റിലേക്ക് പോവാം. ചെറിയൊരു ടൗൺ ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. റൈറ്റിലേക്ക് പോയാൽ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയിട്ട് കാര്യമൊന്നും തോന്നണ്ട. ആനകളൊക്കെ നല്ല സ്പീഡിലാണ് ലെഫ്റ്റ് കയറണം. ഏതോ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയാലേക്കില്ല, വെയിലും കണക്കറത്ത് കിട്ടും. പണ്ട് കുഞ്ഞുമണിയൊക്കെ ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. പിന്നെ മുന്നോട്ട് അവിടെ ഒരു ബോർഡുണ്ട്, അതിൽ അങ്ങോട്ട് പോയിട്ട് നോക്കണം. പെരുമ്പാവൂരുണ്ട്, നമ്മൾ കറങ്ങി പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ് സ്ഥലം? വല്ലം എന്നൊരു സ്ഥലമാണ്. വല്ലം കഴിഞ്ഞു പെരുമ്പാവൂരാണത്. പെരുമ്പാവൂരിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ജംഗ്ഷനിലേക്ക് എത്തും. തമിഴ്നാട് പോലെ തോന്നിയെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാരുടെയൊക്കെ ഏരിയ ഉണ്ടായിരിക്കാം. കാഞ്ഞിരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് പെരുമ്പാവൂര്. പെരുമ്പാവൂരിൽ തന്നെ കാഞ്ഞിരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു തമിഴ്നാട് മൊത്തം ഒരു വേറൊരു സൈഡ്. ഒരു പക്ഷേ ഇവിടെ പണിക്കാരുടെ ഏരിയ ഉണ്ടായിരിക്കും കേട്ടോ. ഈ പെരുമ്പാവൂർ ബേസ് ചെയ്യുന്ന മില്ലിലെ പണിക്കാരുണ്ട്. ഇവിടെയൊക്കെ മില്ലാണ്, കരിമില്ല റൈസ് സൈഡിലൊക്കെ. ഉടുപ്പി ഹോട്ടലുണ്ട്. ഉടുപ്പി ഹോട്ടൽ അപ്പോൾ തമിഴ്നാട് ഏരിയ നമ്മൾ വെറുതെ ഇല്ല. ഉടുപ്പി ഹോട്ടലുണ്ട് അവിടെ. നമുക്കത് ഇതിൻ്റെ ഒരു ശൈലി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും പ്രദേശങ്ങളുടെ ഒരു വ്യത്യാസം, നിർമ്മാണ പ്രവർത്തനം, ആളുകളുടെ രീതി എല്ലാം കൂടി കാണുമ്പോൾ തമിഴ്നാട് ശൈലി. അപ്പോൾ അവിടെ ഉടുപ്പി ഹോട്ടലും കൂടി കണ്ടപ്പോൾ പൂർത്തിയായി. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ ടൗൺ കാര്യങ്ങളൊക്കെ ആയിട്ട് വളവും രീതിയിലൊക്കെ. അപ്പോൾ ഓക്കെ, പെരുമ്പാവൂർ അവിടെ ശബരിമല നേരെ കഷായപ്പുര വൈദ്യശാല. വൈദ്യശാലയുണ്ട്. അപ്പോൾ കാഞ്ഞിരക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരാണ്. ഞങ്ങളിപ്പോൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മഴ പൊടിഞ്ഞു, അപ്പോൾ അതോടുകൂടി കയറി നിൽക്കുകയാണ്. മഴ പൊടിഞ്ഞാൽ പിന്നെ നമുക്ക് ഷൂട്ടിങ് നടക്കില്ല. ചെറുതായിട്ടുള്ളൂ, ചെറിയ മഴ പൊടിയിട്ടാണ്. എന്നാലും പോവാം, ഒരു നിന്നിട്ട് കാര്യമില്ല. 2 മണിയായില്ലേ.
ഒരു 3 മണിക്കൂറിൻ്റെ റൈഡിങ് കൂടി ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് മുന്നോട്ട് പോവാം. അപ്പോൾ മഴ പൊടിഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂർ തടിയിലോടെയൊക്കെ പോകുന്നുണ്ട്. മഴ പൊടിയാകൊണ്ടേ കയറിയിരിക്കാൻ ഇപ്പോൾ വേറെ നിവർത്തിയില്ല. ഇപ്പോൾ ഷൂട്ടിങ് നടക്കില്ല. തടി ലോറി KSRTC എങ്ങോട്ടുള്ളതെന്നറിയില്ല. അപ്പോൾ ഓക്കെ, ഞാൻ മഴയൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിക്കട്ടെ. എന്നിട്ട് പോകാം. വലിയ മഴക്കാറില്ല, ചെറിയ ചെറിയ മഴക്കാറുകളാണ്. അത് കുഴപ്പമില്ല. മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ MC റോഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണം അടിച്ച് വരേണ്ട ആവശ്യമില്ല. തമിഴനാണ് ആണ്. തമിഴന്മാർ ശരിയല്ല, അവന്മാരാണ് ഡ്രൈവിങ് ശരിയല്ല. ഹോണടിക്കും, വെറുതെ ഹോണടിക്കും, ഒരു കാര്യമില്ല. ഡ്രൈവോട്ടിയാണ് അവൻ ഓട്ടപ്പുറത്താണ് കേട്ടോ, വേറെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ MC റോഡാണ് MC റോഡ്. ഞാനെന്നാ പറഞ്ഞത് അലുവേ. ഇവിടെ ആരെങ്കിലും കോട്ടയം നിന്ന് ആലുവ റൈറ്റ്, മൂന്നാർ ലെഫ്റ്റ്. ഏതായാലും നമുക്ക് ലെഫ്റ്റ് പോവാം. ഇതിപ്പോൾ പെരുമ്പാവൂർ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റാണ് പോകുന്നത്. പെരുമ്പാവൂർ ജംഗ്ഷനാണ്. നമ്മൾ വന്നത് അകത്തെ കൂടിയാണേ, അപ്പുറത്തെ വഴി കൂടിയാണ്. ഓ, ബ്ലോക്കാക്കി കാണാൻ. ഓക്കെ, ഒന്ന് പെരുമ്പാവൂർ ജംഗ്ഷൻ കഴിയട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടി പോകാൻ സമയങ്ങളുണ്ട്. വണ്ടിയൊക്കെ ലെഫ്റ്റാണ്. അതിന് പച്ചമരുന്നിലേക്ക് പോകണം. അവിടെ പച്ചമരുന്നടിയുണ്ട്. അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ ജംഗ്ഷൻ ഉണ്ടോ സാധനം. അപ്പോൾ നമ്മൾ വന്നത് വേറെ വഴിയായിരുന്നു കേട്ടോ. ആലുവഴിയല്ല വന്നത്, ആലുവഴി തന്നെ, പക്ഷേ വേറെ രീതിയിലാണ് വന്നത്. അപ്പോൾ പെരുമ്പാവൂർ ചെറിയൊരു മഴ പെയ്തു. ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ടൗണിൻ്റെ തിരക്കിലേക്ക് കൂടി കലകലി കേൾക്കാനായി. ഒരാളവിടെ കയറ്റി, ഒരാളവിടെ കയറ്റി. നേരെ പോവാം. അതൊന്ന് ചോദിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കോട്ടപ്പടി. അപ്പോൾ ഓക്കെ, ഇത് പെരുമ്പാവൂരാണ്. നമ്മൾ സാധനം കാണാറുള്ള തന്നെ. മഴ പൊടിയുണ്ട്. ഇത് കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ. നമുക്ക് കുറിച്ചിലക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. കുറിച്ചിലക്കോട് ഇവിടുന്ന് ലെഫ്റ്റാണ്. കുറിച്ചിലക്കോട് കാണിക്കുന്നത് ലെഫ്റ്റാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്രോസിന് വഴിയാണ്. ചോദിച്ചു
ഈ കൊമ്പനാട് എന്ന സ്ഥലത്ത് ഇതിനും പോകാൻ പറ്റുമോ? ആ വഴിയില്ലേ സെന്റ് കുര്യാക്കോസ് ബോർഡ് വെച്ചല്ലേ അതിൽ കയറി പോയിട്ട് കയറ്റം കയറിയിട്ട് ഇറക്കിറങ്ങിയിട്ട് അപ്പുറത്തോട്ട് ചെയ്യുന്നതാണ് അവിടുന്ന് ലെഫ്റ്റ്. പിന്നെ ഒരു കുരിശുണ്ട് കമ്പേള അവിടുന്ന് ലെഫ്റ്റ്. കനാല് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കവലയാണ് റൈറ്റ്. ചോദിച്ചോ. ഇവിടെയും പോവാം. അത് അപ്പൊ അവിടെ സ്കൂളിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യുവാണ് ഇതികളെ പോകുമ്പോൾ. സ്കൂളുണ്ടോ അവിടെ? MG ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെ ലെഫ്റ്റ്. അവിടെ മിറാക്കിൾ ബേക്കറി ഉണ്ട്. അതിന്റെ സ്കൂളിന്റെ ഇടയ്ക്ക് ഒരു വഴി കൊണ്ടാണ്. അതാണ് ഈ റോട്ടിൽ നിന്ന് കാണാൻ. എന്നാ പറഞ്ഞ ഈ വഴി തന്നെ പോലെ. ഓക്കെ താങ്ക് യു. സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ഒരു കുറുപ്പമ്പടി കുറച്ച് സ്കൂളുണ്ട്. സ്കൂളിൽ നിന്ന് സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് നമ്മളൊരാളോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പുള്ളി കൊമ്പനാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഡെസ്റ്റിനേഷനും ഇല്ല, നമ്മളൊരു ടൈം വരെ ചവിട്ടും. അവിടെ എത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല, എത്തിയാൽ കാണാം, അത്രേ ഉള്ളൂ. എത്തിയില്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് മാറ്റും. സൈക്കിളാകുമ്പോൾ പിന്നെ നമുക്ക് എന്ത് എപ്പോഴെങ്കിലും വരാം. ഇത് കഴിഞ്ഞോ? കഴിഞ്ഞ സ്കൂൾ ഇവിടുന്ന് ലെഫ്റ്റ് സ്കൂൾ കേട്ടോ. സ്കൂളിൻ്റെ പരിപാടിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കോട്ടപ്പടി പാണിയേരിക്കോരി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. പാണിയേരിക്കോരി കൂട്ടിക്കൽ റോഡ്. ഇത് കൂട്ടിക്കൽ റോഡാണ് കേട്ടോ. നല്ല കയറ്റമാണ്. ഇതൊരു ഉൾപ്രദേശമാണ് കേട്ടോ, ഉൾപ്രദേശമാണ്. പെരുമ്പാവൂർ കഴിഞ്ഞ് കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് ലെഫ്റ്റ് സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ കവർ സ്റ്റഡിയൊക്കെയാണ് മതിലിൻ്റെ സൈഡിലൊക്കെ. എന്തിനാണെങ്കിലും ഹോൺ ശരി ഇത് കാര്യമില്ല. ഇത്ര സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഇവിടെ തേക്കും നടക്കണേ. അത്യാവശ്യം ഒരു കയറ്റമുണ്ട്. ബസ് റൂട്ടാണ്. കോതമംഗലം പെരുമ്പാവൂർ. അപ്പോൾ ഇവിടെയും കോതമംഗലം പോകാൻ തോന്നും. ഇതൊക്കെ റൈറ്റ് ഉണ്ട്, നിറയെ റബ്ബറും തോട്ടമുണ്ട്. ആ കയറ്റം കയറി ഇങ്ങോട്ട് എത്തി. സിറ്റിയുടെ പ്രാന്തപ്രദേശമായിട്ട് നല്ല തിരക്കാണ്. അതൊക്കെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോവാം. അതെന്താ തിരക്ക് പെട്ടെന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ റബ്ബറിൻ തോട്ടം ഉണ്ടോ? ഇഷ്ടംപോലെ റബ്ബറിൻ തോട്ടം. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ലാത്ത ബലം പിടിച്ചോളാം. റബ്ബറാണ് ഇവിടെ കൂടുതലും കാണുന്നത്.
ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അടുത്തൊരു കോഴിക്കോട് കൊച്ചി ഇഷ്ടംപോലെ സ്ഥലം. അവിടെ ഒരു പഴയ വീടാണോ റബ്ബർ പുരയാണോ എന്നറിയില്ല കേട്ടോ. വീടും എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഇവിടെ നിന്ന് ചോദിച്ചു പോകണം. പയ്യാൽ, പാണാങ്കുഴി, പാണിയേലിപ്പൂര്, പെരുമ്പൂര് ഇതൊക്കെ ലെഫ്റ്റാണ്. നമുക്കവിടെ ചോദിക്കാം. നമ്മൾ ആദ്യമായിട്ട് വന്ന വഴിയായുണ്ട്. ലെഫ്റ്റായിരിക്കാം, റൈറ്റ്. വണ്ടികളൊക്കെ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ മിക്കവാറും പാണിയേലിപ്പൂരിലേക്ക് പോകണമായിരിക്കും. കുറുപ്പമ്പടി, പാണാങ്കുഴി നമുക്ക് നോക്കാം. ഇവിടെ നിർത്തിയിട്ടെ. ഇവിടെ ഒരു തടിമില്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഇളയിക്കടയ്ക്കായിരുന്നു. ഒരു ബോർഡുണ്ട്, കുറുപ്പമ്പടി പാണാങ്കുഴി. അപ്പോൾ നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് പോവാം.